അങ്ങനെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി 5 ഘട്ടം കൂടി ബാക്കിയുണ്ട്. ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആര് അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള ആശങ്കയും പ്രതീക്ഷയും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 38 ദിവസം മുൻപിൽ ബാക്കി നിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ നെഞ്ചിലെ തീ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയുടെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സംഭവിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെയൊക്കെ ഒരു ആശങ്ക ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു വാർത്ത ശ്രദ്ധിക്കുവാൻ ഇടയായി. അത് 1-2 ദിവസം മുൻപുണ്ടായിട്ടുള്ളൊരു വാർത്തയാണ്, നടന്ന സംഭവമാണ്. പക്ഷേ അതിൻ്റെ വാർത്ത ഇപ്പോഴാണ് നമ്മളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. ഉത്തർപ്രദേശിലെ ഒരു സർവകലാശാലയിലാണ് ആ വാർത്തയുള്ളത്. ആ വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കൈവരും എന്നുള്ളത് കൊണ്ടാണ് ഈ കഥ ഇവിടെ പറയുന്നത്. ഉത്തർപ്രദേശിലെ ഒരു സർവകലാശാല, സാധാരണഗതിയിൽ നമ്മൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു 10 ചോദ്യം അല്ലെങ്കിൽ 30 ചോദ്യമുണ്ടെങ്കിൽ അതിനൊരു 10 ഉത്തരമോ അല്ലെങ്കിൽ 9 12 ഉത്തരമൊക്കെ നമ്മൾ നൽകിയാൽ നമുക്ക് ജസ്റ്റ് പാസ് എന്ന മാർക്ക് നമുക്ക് ലഭിക്കും. അതാണ് അതിൻ്റെ മാനദണ്ഡം. ഇപ്പോൾ സയൻസാണ് നമ്മുടെ വിഷയമെങ്കിൽ സയൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ ഉത്തരത്തിന് നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹിസ്റ്ററി ഉത്തരം എഴുതി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അല്ലെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഫുട്ബോളിനെക്കുറിച്ചും മെസ്സിയെക്കുറിച്ചും ക്രിക്കറ്റിനെക്കുറിച്ചും ഉത്തരം എഴുതിയാൽ എങ്ങനെയുണ്ടാകും? അത് മാർക്കിന് പരിഗണനീയമായ ഒരു വിഷയമേ അല്ല. എന്നാൽ ഉത്തർപ്രദേശിലെ ഒരു സർവകലാശാലയിൽ അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് മൊത്തം ഉത്തരക്കടലാസ് നിറയെ ജയ് ശ്രീറാം എന്നും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പേരും എഴുതി വെക്കുകയാണ്. ഏറ്റവും വലിയ രസകരം എന്താണ്? അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്, എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ അഭ്യർത്ഥനകൾ നമ്മുടെ ഉത്തര പേപ്പറുകളിലൊക്കെ കാണാറുണ്ട്. അതോടൊപ്പം സാറേ ഇത്തവണയെങ്കിലും ജയിപ്പിക്കൂ എന്നൊക്കെ ചോദിച്ച് പല കോമഡികൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ, അതൊക്കെ ഒരു ഒറ്റപ്പെട്ട ചെറിയ സംഭവം മാത്രമാണ്, കാരണം അതൊരു തമാശ മാത്രമാണ്. പക്ഷേ അതിന് ആ അർത്ഥത്തിലെ മുഖവിലക്ക് എടുക്കാറുള്ളൂ. പക്ഷേ കേരളത്തിൽ അത്തരം ഉത്തരങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ രസകരമായിട്ട് അങ്ങ് ചർച്ച ചെയ്തു പോകുമെന്ന് അത് മാനദണ്ഡമാക്കി മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടൊന്നും നമ്മുടെ കേരളത്തിലില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? നിറയെ ഉത്തര പേപ്പറിൽ ജയ് ശ്രീറാം എന്ന് എഴുതുകയും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പേര് വിവരങ്ങൾ പറയുകയും ചെയ്ത ആ ഉത്തര പേപ്പറിന് ലഭിച്ചത് 50-ലധികം മാർക്കാണ്. 50% മാർക്ക്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്നെ ചിന്തിപ്പിച്ചൊരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉത്തരം എഴുതിയവർ പോവട്ടെ, ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള, അതും ഒരു സർവകലാശാലയിൽ പ്രൊഫസർമാരായി ഇരിക്കണമെങ്കിൽ അവർക്കുണ്ടാകേണ്ട യോഗ്യത എന്തായിരിക്കണം? ആ യോഗ്യതയുള്ള ആളുകൾ ഇവർക്ക് ഇതിനൊക്കെ മാർക്ക് ഇട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ആളുകളോടാണ് ഇന്ത്യയിലെ ജനാധിപത്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ സാമ്പത്തിക ഭദ്രതയ്ക്കുണ്ടായ കോട്ടങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങൾ നേരിടുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച്, പാചകവാതക വില വർധനവിനെക്കുറിച്ച്, ഒപ്പം തന്നെ ഓയിൽ വില വർധനവിനെക്കുറിച്ച്, ഡോളറിൻ്റെ ഇടിവിനെക്കുറിച്ചും നിരന്തരം സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും, നിത്യജീവിതത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ വിലക്കയറ്റം ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ അതിനൊക്കെ അപ്പുറത്തേക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവൻ്റെ സ്വാസ്ഥ്യം തകർക്കുന്ന പലതരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതി തകർക്കുന്ന രാഷ്ട്രീയമായ സാമൂഹികമായ അരാജകത്വങ്ങളെക്കുറിച്ച് നമ്മുടെ ഇതേ ജനതയോടാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ, എല്ലാ സംസ്ഥാനവും എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ ജനതയോടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം പറയേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പത്തനംതിട്ടയിലും എറണാകുളത്തും അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് നടന്ന 1-2 മറ്റ് ബൂത്തുകളിലുമൊക്കെ കോൺഗ്രസിനോ CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ UDF-നോ ഇവിടെ പോൾ ചെയ്യുമ്പോൾ BJP-ക്ക് പോകുന്നു എന്ന ഒറ്റപ്പെട്ട ആരോപണങ്ങൾ കേട്ട സ്ഥലം ഉത്തരേന്ത്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശങ്ങളോ അല്ല, നമ്മുടെ പ്രബുദ്ധരായ മലയാളികളുള്ള കൊച്ചു കേരളത്തിലാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഉത്തരക്കടലാസിന് 50-ലധികം മാർക്ക് കൊടുത്ത പ്രൊഫസർമാരുള്ള ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നത് നമ്മൾ കണ്ടറിയുക തന്നെ വേണ്ടേ?
അതല്ലേ നമ്മുടെ മുൻപിലുള്ളൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത്? ഏതായിരുന്നാലും അത് നമ്മുടെ അത് സംബന്ധിച്ചൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജാഗരൂകരാകും, തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ജാഗരൂകരാകും എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ തരത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നത് എന്താകും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്? അതിൽ BJP വീഴുമോ, ഇന്ത്യ സഖ്യം വാഴുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ 38 ദിവസം കൂടി ബാക്കിയുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരക്കടലാസിൽ 50%-ലധികം മാർക്ക് നൽകിയവർ തന്നെ അവരെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.